ടാൻജന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ടാൻജന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കണം മുമ്പ് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ആദ്യം റേഡിയസ് എന്താണെന്ന് അറിയാം. ഓക്കെ, റേഡിയസ് എന്ന് പറയുന്നത് എന്താ? സർക്കിൾ ഉണ്ടാവും അല്ലേ? സർക്കിൾ എന്തുണ്ട്? സെൻറ്റർ ഉണ്ടാവും. ഓക്കെ, സെൻറ്ററിൽ നിന്നും വരക്കണം, അഥവാ സർക്കിളിൽ അറ്റത്ത് വരക്കണം ഒരു ലൈനെ വിളിക്കുന്ന പേര്. ഇപ്പോൾ ഞാൻ ഒരു സെൻറ്ററിന് ഞാൻ O എന്ന് പേര് കൊടുത്തു. സർക്കിളിൽ അറ്റത്ത് എന്ത് ചെയ്തു? ആ ലൈൻ ടച്ച് ചെയ്ത പോയിന്റ് ഞാൻ എന്തെന്ന് വിളിച്ചു? A എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് എന്താ? OA എന്താണ്? ഈ സർക്കിളിലെ റേഡിയസ് എന്ന് പറയാം അല്ലേ? OA ആണ് എന്ത് സർക്കിൾ, ഈ പറഞ്ഞ സർക്കിളിൽ എന്ത് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. ഇനി ഡയാമീറ്ററിലെ ഡയാമീറ്റർ എന്ന് പറയുന്നത് എന്താ? സർക്കിളിലെ ഒരു അറ്റത്ത് നിന്ന് എന്ത് ചെയ്യും? മറ്ററ്റം വരെ അല്ലേ വരക്കുന്ന. പക്ഷേ ഏതിലൂടെ പാസ് ചെയ്യണം? സർക്കിളിലെ പോയിന്റിലൂടെ പാസ് ചെയ്ത് സർക്കിളിലെ ഒരു അറ്റത്ത് നിന്ന് മറ്ററ്റം വരെ എന്ത് ചെയ്യും? ജോയിൻ ചെയ്യിക്കണം. ലൈനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഡയാമീറ്റർ എന്ന് പറയും. ഡയാമീറ്ററിൻ്റെ പ്രത്യേകത ഇവിടെ കൂടി പാസ് ചെയ്യണം, സർക്കിളിലെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ABC എന്താണ്? ഡയാമീറ്റർ ആണ്. ഡയാമീറ്റർ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡയാമീറ്ററിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? പകുതി കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി കോഡിലേക്ക് വന്നാൽ എന്താ? കോഡെന്ന് പറഞ്ഞാലും എന്തുപോലെ തന്നെ സർക്കിളിലെ ഒരറ്റത്ത് നിന്ന് എന്ത് ചെയ്യും? മറ്റേറ്റം വരെ ജോയിൻ ചെയ്യിക്കണം, അഥവാ എന്താണ് വരക്കണം. ലൈനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് കോഡ് എന്ന് പറയുന്നത്. പക്ഷേ കോഡ് വരക്കുമ്പോൾ എന്തിലൂടെ എല്ലാം പാസ് ചെയ്യണം? സർക്കിളിൽ എന്തില്ല? സെൻറ്ററിലൂടെ എല്ലാം എന്ത് ചെയ്യണം? ലൈൻ പാസ് ചെയ്യണം. സെൻറ്ററിലൂടെ അല്ലാതെ സർക്കിൾ ഒരറ്റത്ത് നിന്ന് എന്ത് ചെയ്യും? മറ്ററ്റം വരെ ജോയിൻ ചെയ്യിക്കണം. ലൈനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് കോഡ് എന്ന് പറയും. ഓക്കെ, ഇനി ടാൻജന്റിലേക്ക് വന്നാൽ ഓക്കെ, സർക്കിളിൽ പുറത്ത് വരക്കുന്ന ലൈനാണെന്ന് പറയുന്നത്, ഔട്ട് സൈഡിൽ വരക്കുന്ന ലൈനാണെന്ന് പറയുന്നത് ടാൻജന്റ് എന്ന് പറയുന്നത്. സർക്കിളിൽ എന്ത് ചെയ്യും? പുറത്ത് വരക്കുന്ന ലൈൻ. ഓക്കെ, സർക്കിളിൽ എന്ത് ചെയ്യും? ഒന്ന് ടച്ച് ചെയ്തു പോകും. ഓക്കെ, സർക്കിളിൽ ടച്ച് ചെയ്ത് പോകണം. പുറത്ത് വരക്കുന്ന ലൈനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ടാൻജന്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ AB എന്ന് പറയുന്ന ടാൻജന്റ്. ഓക്കെ, എവിടെ ടച്ച് ചെയ്യാനുണ്ട്? സർക്കിളിലെ Q എന്ന് പറഞ്ഞ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം AB എന്താണ്? ഈ പറഞ്ഞ സർക്കിളിലെ ടാൻജന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററുള്ള ഫസ്റ്റത്തെ റൂൾ. ഓക്കെ, ഫസ്റ്റത്തെ റൂള് ഓക്കെ, സർക്കിളുണ്ട്. സർക്കിൾ ഞാൻ എന്ത് ചെയ്തു? സെൻറ്റർ ഞാൻ എന്തെന്ന് വിളിച്ചു? OA എന്ന് വിളിച്ചു. സർക്കിളിൽ ടച്ച് ചെയ്ത് പോണ ഈ ടാൻജന്റ് അല്ലേ? സർക്കിളിന് പുറത്ത് സർക്കിളിനെ ടച്ച് ചെയ്ത് പോണ ലൈനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ടാൻജന്റ് എന്ന് പറയുന്നത്. ഈ ടാൻജന്റ് ഞാൻ എന്ത് കൊടുത്തു? AB എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ ടാൻജന്റും ഈ OQ. ഓക്കെ, ഇപ്പം എന്ത് ചെയ്യുക? Q എന്ന് കൊടുക്കാം. ഓക്കെ, സർക്കിളിൽ ടച്ച് ചെയ്യണ പോയിന്റിന് ടാൻജന്റ് ടച്ച് ചെയ്യണ പോയിന്റ് എന്ത് ചെയ്യാം? Q എന്ന് കൊടുക്കാം. ഇനി ഇവിടെ OQ എന്ന് പറയുന്നത് എന്താ? OQ എന്താ? റേഡിയസ് ആണ് അല്ലേ? OQ എന്ന് പറയുന്നത് എന്താ? റേഡിയസ് ആണ്. സർക്കിളിലെ റേഡിയസ് ആണെന്ന് പറയുന്നത്. OQ എന്ന് പറയുന്നത്. AB എന്ന് പറയുന്നത് എന്താ? AB എന്ന് പറയുന്നത് എന്താ? ഇസ് ദ ടാൻജന്റ് അല്ലേ? ഈ സർക്കിളിൽ ടച്ച് ചെയ്ത് പോണ ടാൻജന്റ് ആണെന്ന് പറയുന്നത് AB എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഈ ടാൻജന്റും ഈ റേഡിയസ് തമ്മിൽ എന്താണ്? മേക്ക് ചെയ്യണ ആംഗിൾ. ഓക്കെ, ഈ ടാൻജന്റും റേഡിയസ് തമ്മിൽ മേക്ക് ചെയ്യണ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഈ പറഞ്ഞ റേഡിയസ് അഥവാ ടാൻജന്റ് മേക്ക് ചെയ്യണ ആംഗിൾ ഓക്കെ എത്രയായിരിക്കും? 90 ഡിഗ്രി. ഇപ്പുറത്തെ 90 ഡിഗ്രി ആണ്, ഇപ്പുറത്തും തന്നെ ആയിരിക്കും 90 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജന്റ് ഈസ് എത്ര? 90 ഡിഗ്രി ആണെന്ന് പറയാം. അല്ലേ, അപ്പോൾ റേഡിയസും ടാൻജന്റും മേക്ക് ചെയ്യണ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ റേഡിയസ് റേഡിയസും സർക്കിൾ ടച്ച് ചെയ്ത് വരക്കണ ടാൻജന്റും ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇനി വേറൊരു ടാൻജന്റ് വരച്ചാൽ ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു? വേറൊരു ടാൻജന്റ് വരച്ചാൽ അതിലേക്ക് വേറൊരു റേഡിയസ് വരച്ചാൽ ഓക്കെ, അതിലേക്ക് ഞാൻ എന്ത് ചെയ്യുക? വേറൊരു റേഡിയസ് വരക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇവിടുത്തെ ടാൻജന്റും ഇവിടുത്തെ റേഡിയസും മേക്ക് ചെയ്യണ ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഇവിടുത്തെ ഈ ടാൻജന്റും ഈ റേഡിയസും മേക്ക് ചെയ്യണ ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് ഫസ്റ്റത്തെ റൂൾ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് റൂളിലേക്ക് വന്നാൽ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് എന്താ? സർക്കിളുണ്ട്. സർക്കിളിൻ്റെ സെൻറ്ററിൽ ഞാൻ എന്തെന്ന് വിളിച്ചു? OA എന്ന് വിളിച്ചു. ഇവിടെ ഞാൻ A എന്ന് വിളിച്ചു. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? B എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു? P എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ OA OB എന്താണ്? സർക്കിളിൻ്റെ OA ആൻഡ് OB എന്താണ്? ആർ റേഡിയസ് അല്ലേ? OAയും എന്താണ്? OB എന്താണ്? റേഡിയസ് ആണ്. ഓക്കെ, OAയും OB എന്താണ്? റേഡിയസ്. അങ്ങനെയാണെങ്കിൽ ഈ P എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടോ? ഈ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എന്താണ്? സർക്കിളിലേക്ക് വരച്ച രണ്ട് ടാൻജന്റ് ആണെന്ന് പറയുന്നത് PBയും PAയും അല്ലേ? അപ്പോൾ PBയും PA എന്ന് പറയുന്നത് എന്താ? P എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും അല്ലെ, ഒരു പോയിന്റിൽ നമുക്ക് എത്ര ടാൻജന്റ് വരക്കാൻ പറ്റും? സർക്കിളിലേക്ക് 2 ടാൻജന്റ് മാക്സിമം വരക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പോയിന്റിൽ നിന്നും അല്ലേ, സർക്കിളിന് പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരച്ചേക്കണ 2 ടാൻജന്റ് ആണെന്ന് പറയുന്നത് PAയും PBയും. ഓക്കെ, അപ്പോൾ PA ആൻഡ് PB എന്തെന്ന് പറയാം? ആർ എന്താണ്? ടാൻജന്റ് എന്ന് പറയാം അല്ലേ? അപ്പോൾ PAയും PBയും എന്താണ്? ടാൻജന്റ് ആണ്. ഓക്കെ, PAയും PBയും എന്താണ്? സർക്കിളിലേക്ക് വരച്ചേക്കണം എന്താണ് അല്ലേ? ടാൻജന്റ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച റൂൾ എന്താ? റേഡിയസും ടാൻജന്റും മേക്ക് ചെയ്യണ ആംഗിൾ എത്രയാണ്?
90 ഡിഗ്രി അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഒ എ റേഡിയസ് ആണ് അല്ലേ. ഒ എ എന്താണ് റേഡിയസ് ആണ്, പി എ എന്താണ് ടാൻജൻ്റ് ആണ്. അങ്ങനെയാണ് ഈ പറഞ്ഞ റേഡിയസും ഈ ടാൻജൻറ്റും മേക്ക് ചെയ്യണ ആംഗിൾ എത്ര ആയിരിക്കും? 90 ആണ്. ഓക്കെ, അങ്ങനെ ഈ പറഞ്ഞ റേഡിയസും ഈ ടാൻജൻറ്റും മേക്ക് ചെയ്യണ ആംഗിൾ എത്ര? 90 അങ്ങനെയാണ് ഇതും റേഡിയസ് തന്നെയല്ലേ. ഒ ബി എന്ത് തന്നെയാണ്? റേഡിയസ് ആണ്. പി ബിയും എന്ത് തന്നെയാണ്? ടാൻജൻ്റ് ആണ്. അപ്പോൾ റേഡിയസും ഇവിടുത്തെ ടാൻജൻറ്റും മേക്ക് ചെയ്യണ ആംഗിൾ എത്ര തന്നെ ആയിരിക്കും? 90 ആണ്. ഓക്കെ, അപ്പോൾ റേഡിയസും ടാൻജൻറ്റും മേക്ക് ചെയ്യണ ആംഗിൾ 90 ഇനി നമുക്ക് പറയാം ഈ ഒ ബിയും ഒ എ എന്ന് പറഞ്ഞാൽ അല്ലേ എന്താണ്? റേഡിയസ് അല്ലേ. അപ്പോൾ ഒ ബിയും ഒ എയും നമുക്ക് എന്താണെന്ന് പറയാം? ഈക്വലാന്ന് പറയാം അല്ലേ. ഒ എയും ഒ ബിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്താൽ ടാൻജൻറ്റ് റേഡിയസ് മാർക്ക് ചെയ്യണ ആംഗിൾ എന്ത് എഴുതി? 90 എന്ന് എഴുതി. നമുക്ക് ഇനി അടുത്ത എന്ത് പറയാം? ഒ എയും ഒ ബിയും എന്താണ്? ഈക്വലാന്ന് പറയാം അല്ലേ. ഒ എ ഈക്വൽ ടു എന്താണ്? ഒ ബി ആണ് അല്ലേ. ഒ എ ഈക്വൽ ടു എന്താണ്? ഒ ബി. നമുക്ക് എന്താണ് കാരണം റേഡിയസ് അല്ലേ. ഒ എ ഈക്വൽ ടു എന്താണ്? ഒ ബി. കാരണം എന്താണ്? റേഡിയസ് ആണ്. ഓക്കെ, ഒ എയും ഒ ബി എന്താണ്? ഈക്വൽ റേഡിയസ്. ഇനി അടുത്ത വേറെ ഏതെങ്കിലും ഈക്വൽ ആയിട്ടുണ്ടോ? പി എയും ഈ ടാൻജൻറ്റും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? പി എ ഈക്വൽ ടു പി ബി അല്ലേ. എന്താണ്? ഈക്വൽ ആണെന്ന് പറയാം. എന്താണ്? ഈക്വൽ ടാൻജൻസ് ആണ് അല്ലേ. ഈക്വൽ ടാൻജൻസ് പറയാൻ കാരണം എന്താ? ഒറ്റ പോയിന്റിൽ നിന്ന് വരച്ച രണ്ട് ടാൻജൻ്റ് ആണെന്ന് പറയുന്നത്. സർക്കിളിലേക്ക് വരച്ച രണ്ട് ടാൻജൻ്റ് ആണെന്ന് പറയുന്നത് പി എയും പി ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര റൂളായല്ലോ. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ പറയാം ഇവിടുത്തെ ആംഗിൾ എക്സ് ആണെങ്കിൽ ഓക്കെ, ഈ പി എൻ്റെ അവിടുത്തെ ആംഗിൾ എക്സ് എന്ന് വിളിച്ചാൽ ഓക്കെ, പിൻ്റെ അവിടുത്തെ ആംഗിൾ പി എന്തെന്ന് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചാൽ അഥവാ എക്സ് ഡിഗ്രി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ മേക്കണ ആംഗിൾ ഉണ്ടോ? അതിൻ്റെ ഓപ്പോസിറ്റ് മേക്കണ ആംഗിൾ ഓക്കെ, ഓപ്പോസിറ്റ് ബി ഒ എ എന്ന് പറയുന്ന ആംഗിൾ അഥവാ എ ഒ ബി എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, പി എന്ന് പറയുന്ന അവിടുത്തെ ആംഗിൾ എക്സ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് മേക്ക് ചെയ്യുന്ന എ ഒ ബി എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം, എന്തെന്ന് എഴുതാം? ആംഗിൾ എ ഒ ബി ഈക്വൽ ടു എന്താ? 180 മൈനസ് എക്സ് ഡിഗ്രി അല്ലേ. ആംഗിൾ എ ഒ ബി ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 180 മൈനസ് എക്സ് ഡിഗ്രി എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് പറയാം എക്സാമ്പിൾ പറയുകയാണ് പി എത്രയാണ്? പി 30 ആണെങ്കിൽ അല്ലേ. അപ്പോൾ പി എന്ന് പറയുമ്പോൾ എക്സ് അല്ലേ ഇവിടുത്തെ? എക്സ് ഇവിടെ എത്രയാണ്? 30 ആകുമ്പോൾ ഇവിടെ എക്സ് എത്ര ആവും അല്ലേ? 180 മൈനസ് ഇവിടുത്തെ ആംഗിൾ എത്ര വരും? 180 മൈനസ് 30. 180 മൈനസ് 30 എന്ന് പറയുമ്പോൾ എത്ര? 150 അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര? 150. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ അല്ലേ പിൻ്റെ അവിടുത്തെ ആംഗിൾ 30 ആണ്. ഇവിടുത്തെ ആംഗിൾ എത്ര? അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്ര ആയിരിക്കും? 150 ആണ്. അങ്ങനെ നമുക്ക് പറയാം ഈ ആംഗിൾ പിയും ഇവിടുത്തെ ആംഗിളും ആഡ് ചെയ്ത് എത്ര കിട്ടും? 180 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ആംഗിൾ പിയും ആംഗിൾ എ ഒ ബി എന്താ നമുക്ക് പറയാം? സപ്ലിമെൻ്ററി ആംഗിൾസ് ആണെന്ന് പറയാം. എന്ത് ആംഗിൾസ് ആണെന്ന് പറയും? സപ്ലിമെൻ്ററി. എന്താ സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ? സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180 കിട്ടും അല്ലേ. അപ്പോൾ നമ്മളെ റൂൾ എന്താ? ഇവിടുത്തെ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് എക്സ് ഡിഗ്രി ആണെന്ന് പറയണത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള അല്ലേ എ ഒ ബി എന്ന് പറഞ്ഞ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ റൂളിലേക്ക് പോകാം. ഓക്കെ, മൂന്നാമത്തെ റൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് ഫിഗർ. ഇതെന്താണ്? സർക്കിളിൻ്റെ സെൻറ്ററാണ് അല്ലേ. ഇതാണ് സർക്കിളെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്റർ ഞാൻ എന്ത് വിളിച്ചു? ഒ എ എന്ന് വിളിച്ചു. സർക്കിളിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒ എ എന്താണ്? റേഡിയസ് ആണ്. ഒ എ റേഡിയസ് ആണ്. പിന്നെ എന്താണ്? ഒ ബി എന്താണ്? റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പൊക്കത്തെ ആംഗിൾ ഞാൻ എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ മേക്കാണ് ആംഗിൾ എത്രയായിരിക്കും? 2x ആയിരിക്കും. ഓക്കെ, പൊക്കത്തെ ആംഗിൾ എക്സ് ആണെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ മേക്കാണ് ആംഗിൾ എത്രയായിരിക്കും? 2x ആണ്. ഇനി ഇവിടെ എക്സ് ആണെങ്കിൽ നോക്കിയേ ഈ സർക്കിൾ കണ്ടോ? ഈ സർക്കിളിൽ എന്താണ്? എ ബി സി എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രയാങ്കിൾ അല്ലേ. ഓക്കെ, ഇത് എന്താണ്? ഇത് സർക്കിളാണെങ്കിൽ സർക്കിളിനകത്തുള്ള എ ബി സി എന്ന് പറയുന്നത് എന്താ? ഒരു ട്രയാങ്കിളാണ്. ഓക്കെ, ഇവിടുത്തെ എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഇവിടെ കണ്ട ഈ പറഞ്ഞ ട്രയാങ്കിൾ എ ബി. ഓക്കെ, എ ബിയും അതുപോലെ തന്നെ ഈ ടാൻജൻറ്റ് മേക്കണ ആംഗിൾ എത്ര തന്നെ ആയിരിക്കും? എക്സ് തന്നെ. ഓക്കെ, ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ ഈ ആംഗിൾ എത്ര തന്നെയാണ്? എക്സ് ആണ്. അങ്ങനെ ഇവിടെ എന്ത് തന്നെ ആയിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഇവിടെയാണ് എക്സ് തന്നെയാണ്. ഇത് നമുക്കറിയാം ഒ എ എന്താണ്? റേഡിയസ് ആണ്. ഒ എ റേഡിയസ് ആണ്. പിന്നെന്താണ്? എ ഡി അല്ലേ. എ ഡി എന്താണ്? ടാൻജൻ്റ് ആണ്. ഓക്കെ, ഈ പറഞ്ഞ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് വരച്ചേക്കുന്ന രണ്ട് ടാൻജൻ്റ് ആണെന്ന് പറയുന്നത് ഡി അല്ലേ. എ ഡിയും പിന്നെന്താണ്? ബി ഡിയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റേഡിയസ് അല്ലേ റേഡിയസിൽ നിന്ന് എന്താണ് ടാൻജൻറ്റിലേക്ക് മേക്കാണ് ആംഗിൾ എത്രയായിരിക്കും? 90 ആണ് അല്ലേ. അപ്പോൾ ഒ എ എന്ന് പറഞ്ഞ റേഡിയസിൽ നിന്നും എ ഡി എന്ന് പറഞ്ഞ ടാൻജൻറ്റിലേക്ക് മേക്കാണ് ആംഗിൾ എത്രയാണ്? 90 അങ്ങനെയാണെങ്കിൽ ഒ ബിയും റേഡിയസ് തന്നെയല്ലേ. ഓക്കെ, ഒ ബി എന്ന് മേക്ക് ചെയ്യണ ടാൻജൻറ്റിലേക്ക് മേക്ക് ചെയ്യണ ആംഗിൾ എത്ര തന്നെ ആയിരിക്കും?
90 ഡിഗ്രിയാണ്. ഓക്കെ, ഇത്തരം കാര്യം മനസ്സിലായല്ലോ. ഇനി ഇവിടെ 2x ആണെങ്കിൽ ഓക്കെ, സെൻറ്റർ അഥവാ സർക്കിളിലെ സെൻറ്ററിൽ മാർക്ക് ചെയ്യണ ആംഗിൾ 2x ആണെങ്കിൽ എന്താണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ, ടാൻജൻറ്റ് അവിടെ വന്ന ആംഗിൾ എത്ര ആയിരിക്കും? 180 മൈനസ് 2x ആയിരിക്കും. ഓക്കെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്ന ആംഗിൾ എത്ര ആയിരിക്കും? 180 മൈനസ് 2x. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഓക്കെ, എക്സാമ്പിൾ സർക്കിൾ വരച്ച് സർക്കിളിലെ സെൻറ്റർ ഇതെന്താണ് ഒരു ആംഗിൾ മേക്ക് ചെയ്തു അല്ലേ. ഇനി ഇവിടുത്തെ ആംഗിൾ ഞാൻ എന്തെന്ന് വിളിക്കണേ? 30 എന്ന് എടുക്കണേ അല്ലേ. ഇവിടുത്തെ ആംഗിൾ ഞാൻ എന്തെന്ന് എടുത്തു? 30 ഡിഗ്രി ആണെന്ന് എടുത്താൽ അല്ലേ, നമുക്കറിയാം പൊക്കത്തെ ആംഗിൾ 30 ആണെങ്കിൽ അഥവാ എക്സ് ആണെങ്കിൽ സെൻട്രൽ മേക്കാണ് ആംഗിൾ എത്രയാണ്? 2x ആണ് അല്ലേ. ഇവിടുത്തെ പൊക്കത്തെ ആംഗിൾ എക്സ് ആണെങ്കിൽ സെൻട്രൽ മേക്കാണ് ആംഗിൾ എത്രയാണ്? 2x ആണ്. അങ്ങനെ പൊക്കത്തെ ആംഗിൾ 30 ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ 2x അല്ലേ, 2 × x അല്ലേ ഇവിടെ. അങ്ങനെ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 2 × 30 അല്ലേ. 2 × 30 എത്ര? 60 ഡിഗ്രി അല്ലേ. 2 × 30 എത്ര വരും? 60 ഡിഗ്രി. ഇനി ഇവിടെ നിന്ന് എന്ത് മേക്ക് ചെയ്തിട്ടുണ്ട്? ഒരു ടാൻജൻറ്റ് മേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ഒരു ടാൻജൻറ്റ് മേക്ക് ചെയ്തു. ഇനി പേര് കൊടുക്കണേ ABC. ടാൻജൻറ്റ് എന്ത് കൊടുത്തു? D എന്ന് കൊടുത്തു അല്ലേ. ഇനി AB ഞാൻ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. AB ജോയിൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ABC എന്താണ്? ട്രയാങ്കിൾ അല്ലേ അല്ലേ. ABC എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രയാങ്കിളാണ്. AD അല്ലേ. ഇവിടുത്തെ എന്താണ് AB എന്ന് പറഞ്ഞ ലൈനും ഈ പറഞ്ഞ ടാൻജൻറ്റും മേക്ക് ചെയ്യണം അല്ലേ. ആംഗിൾ എന്താ? ഓക്കെ, ഇവിടെ എക്സ് അല്ലേ, ഇപ്പോൾ ഇവിടെ എക്സ് അല്ലേ, ഇപ്പുറത്തും എക്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെ ആയിരിക്കും? 30 ഡിഗ്രി. ഇവിടെ 30 ആണെങ്കിൽ ഇപ്പുറത്തും എത്ര തന്നെ ആയിരിക്കും? 30 ഡിഗ്രി. ഇനി ഈ റേഡിയസ് OA എന്ന് പറയുന്ന റേഡിയസും OB എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ആണ്. ഈ OAയും ടാൻജൻറ്റും മേക്ക് ചെയ്യണ ആംഗിൾ എത്രയാണ്? OA എന്ന് പറഞ്ഞ റേഡിയസും ടാൻജൻറ്റും മേക്ക് ചെയ്യണ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രിയാണ്. ഇവിടെയും OBയും ടാൻജൻറ്റും മേക്ക് ചെയ്യണ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രിയാണ് അല്ലേ. ഇവിടെയും OBയും ടാൻജൻറ്റും മേക്ക് ചെയ്യണ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇനി ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ 60 ആണെങ്കിൽ അല്ലേ. ഇവിടെ 2x ആണെങ്കിൽ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എത്രയാണ്? 180 മൈനസ് 2x ആണ്. അങ്ങനെ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 180 മൈനസ് എത്ര? 60 അല്ലേ. 180 മൈനസ് 60 എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രിയാണ്? എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും? 180 മൈനസ് 60 ആയിരിക്കും അല്ലേ. ഇവിടെ 2x ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എത്ര? 180 മൈനസ് 2x പോലെ തന്നെ ഇവിടെ 60 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എത്ര? 180 മൈനസ് 60 എത്ര വരും? 120 ഡിഗ്രി വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇവിടെ 30 ആണെങ്കിൽ അതിൻ്റെ എത്ര? ഡബിൾ ആണ് ഇവിടെ അല്ലേ. ഇവിടെ x ആണെങ്കിൽ ഇവിടെ എത്ര? 2x എന്ന് പറയുന്ന പോലെ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 2 × 30 അല്ലേ. 2 × 30 എത്ര വരും? 60 വരും അല്ലേ. ഇവിടെ x ഇവിടെ 2x ആയാൽ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 2 × 30 എത്ര? 60. ഇനി നോക്കിയേ, ഇവിടെ എക്സ് ആയപ്പോൾ എന്താണ്? ഇവിടുത്തെ ആംഗിൾ എന്താണ്? എക്സ് ആണ് അല്ലേ. ഈ ട്രയാങ്കിളിലെ ഈ AB എന്ന് പറയുന്ന ലൈൻ അല്ലേ, ആ ലൈനും പിന്നെ എന്താണ് ഈ AD എന്ന് പറയുന്ന ലൈനും വയ്ക്കുന്ന ആംഗിൾ എത്രയാണ്? എക്സ് ഡിഗ്രിയാണ്. ഇപ്പുറത്തും തന്നെയാണ് എക്സ് ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് 30 ആണെങ്കിൽ ഇവിടെ എത്ര വരും? ഇവിടെ എത്ര വരും? 30. ഇപ്പുറത്തും തന്നെ ആയിരിക്കും ഈ AB എന്ന് പറയുന്ന ലൈനും ഈ ടാൻജൻറ്റും വയ്ക്കുന്ന ആംഗിൾ അതിന് എത്ര ആയിരിക്കും? 30 ആയിരിക്കും. ഇനി സാധാരണ നമുക്കറിയാവുന്ന പോലെ അല്ലേ, ഫസ്റ്റത്തെ റൂളായിട്ടുള്ള എന്ത്? റേഡിയസ് അല്ലേ. OA എന്ന് പറഞ്ഞ റേഡിയസ് ആണ്. OA എന്ന് പറഞ്ഞ റേഡിയസും AD എന്ന് പറഞ്ഞ എന്താണ്? ടാൻജൻ്റ് ആണ്. ഈ OA എന്ന് പറഞ്ഞ റേഡിയസും AD എന്ന് പറഞ്ഞ ടാൻജൻറ്റും മേക്ക് ചെയ്യണ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ OB എന്ന് പറഞ്ഞ റേഡിയസും ഓക്കെ ഈ DB എന്ന് പറയണം അഥവാ BD എന്ന് പറഞ്ഞ എന്താണ് ടാൻജൻറ്റും മേക്ക് ചെയ്യണ ആംഗിൾ എത്രയാണ്? ഇവിടെ തമ്മിൽ റേഡിയസും ടാൻജൻറ്റും മേക്ക് ചെയ്യണ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തും അല്ലേ എന്താണ്? റേഡിയസും ടാൻജൻറ്റും മേക്ക് ചെയ്യണ ആംഗിൾ എത്ര? 90 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ 2x ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ എത്രയാണ്? 180 മൈനസ് 2x ആണ് അല്ലേ. ഇവിടെ 2x ആണ് നമുക്കറിയാം ഇവിടെ എത്രയാണ്? അതിൻ്റെ ഓപ്പോസിറ്റ് നേരെ ടാൻജൻറ്റിൻ്റെ അവിടെ അല്ലേ എത്ര വരും? 180 മൈനസ് 2x ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 60 ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും അല്ലേ? ഇവിടെ 180 മൈനസ് 2x എന്ന് എഴുതിയാൽ ഇവിടെ 2x വരെ 60 അല്ലേ നടക്കണം. അപ്പോൾ ഇപ്പുറത്ത് എത്ര വരും? 180 മൈനസ് 60 എത്ര ഡിഗ്രി? 120 ഡിഗ്രി. ഓക്കെ, ഇതാണെന്ന് പറഞ്ഞാൽ നമ്മളെ തേർഡ് റൂൾ എന്ന് പറയുന്നത്. ഇതിപ്പോൾ 2-3 റൂൾ ഞാൻ എന്ത് ചെയ്തേക്കാണ്? കമ്പൈൻ ചെയ്ത് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റയടിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചാപ്റ്റർ തീർക്കാം. ഓക്കെ, ഇനി 4ാമത്തെ റൂളിലേക്ക് പോകാം. ഓക്കെ, 4ാമത്തെ റൂൾ എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കുക. 4ാമത്തെ റൂളിൽ ഒന്നെന്താണ് സർക്കം സർക്കിൾ, രണ്ടാമത്തെ എന്തെന്ന് പറയും? ഇൻ സർക്കിൾ എന്ന് പറയും. ഓക്കെ, സർക്കം സർക്കിൾ എന്ന് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. ട്രയാങ്കിളിൽ എന്ത് ചെയ്യുന്നു? 4 വെർട്ടിസസ് അഥവാ 4 കോർണർ ടച്ച് ചെയ്ത് ട്രയാങ്കിളെ പുറത്ത് സർക്കിൾ വരക്കണ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് സർക്കം സർക്കിൾ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ട്രയാങ്കിളെ പുറത്ത് എന്ത് ചെയ്യുന്നു? 4 വെർട്ടിക്സസിലും എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് വരക്കണ സർക്കിളിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് സർക്കം സർക്കിൾ. ട്രയാങ്കിളെ പുറത്താണ് ഇവിടെ എന്ത് വരാം? ഇവിടെ എന്ത് വരാം? സർക്കിൾ വരാം. ഇനി ഈ സർക്കിളിലേക്ക് വന്നാൽ നോക്കി ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ABC എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ അകത്താണ് എന്ത് വന്നേക്കണേ? സർക്കിൾ വന്നേക്കണേ അല്ലേ. ട്രയാങ്കിൾ എന്ത് വന്നിട്ടുണ്ട്? അകത്ത് എന്ത് വന്നിട്ടുണ്ട്? സർക്കിൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള എന്താ?
ഇൻ സർക്കിളാണ്. ഓക്കെ, ചാപ്റ്റർ മെയിനായിട്ട് പഠിക്കാനുള്ള നമുക്ക് എന്താ ഇൻ സർക്കിളാണ്. ഇൻ സർക്കിൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സെൻറ്റർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. പറഞ്ഞ സർക്കിളിലെ സെൻറ്റർ ഞാൻ എന്ത് ചെയ്തു, O എന്ന് മാർക്ക് ചെയ്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ റേഡിയസ് വരക്കണേ അല്ലേ. പറഞ്ഞ ട്രയാങ്കിളിലെ ഇങ്ങോട്ട് എന്ത് ചെയ്തു, ഞാൻ റേഡിയസ് വരച്ചു. O എന്ന് എന്ത് ചെയ്തു, ഞാൻ ട്രയാങ്കിളിലെ ടച്ച് ചെയ്യണ രീതിയിൽ എന്ത് ചെയ്തു, റേഡിയസ് വരച്ചു. ഇങ്ങോട്ട് ഞാൻ എന്ത് ചെയ്തു, റേഡിയസ് വരച്ചു. ലാസ്റ്റ് സൈഡിലേക്ക് ഞാൻ എന്ത് ചെയ്തു, 3 റേഡിയസ് വരച്ചു. അപ്പോൾ റേഡിയസിന് വേണേൽ പേര് കൊടുക്കാം PQR അല്ലേ. അപ്പോൾ എന്താണ്, OP റേഡിയസ് ആണ്, OQ എന്താണ് റേഡിയസ് ആണ്, OR എന്താണ് റേഡിയസ് ആണ്. ഓക്കെ, OQ OP പിന്നെന്താണ് OR എന്താണ് റേഡിയസ്. ഓക്കെ, ഇത്ര റേഡിയസ് ഉണ്ട്. ഇനി ഇവിടുത്തെ ആംഗിൾ എ ഞാൻ മാർക്ക് ചെയ്തു, X ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തു. ആംഗിൾ എ എന്ന് മാർക്ക് ചെയ്തു, X ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തു. ആംഗിൾ എ X ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഈ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഉണ്ടോ, ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും, 180 മൈനസ് X ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആംഗിൾ X ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ അഥവാ ROP എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും, 180 മൈനസ് X ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ആംഗിൾ Y ആണെങ്കിൽ, ഓക്കെ ഇവിടുത്തെ ആംഗിൾ Y ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റുള്ള QP അല്ലെ QOP എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും, 180 മൈനസ് Y ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ആംഗിൾ Y ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റുള്ള QOP എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും, 180 മൈനസ് Y ആണ്. ഇനി ആംഗിൾ CZ എന്ന് വിളിച്ചാൽ, ഓക്കെ ആംഗിൾ സീനെ എന്ന് വിളിച്ചു, Z എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ROQ എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും, 180 മൈനസ് Z അല്ലേ. 180 മൈനസ് എന്ന് പറയാം, Z എന്ന് പറയാം. ഇനി ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചാൽ, ട്രയാങ്കിൾ വരച്ചു, ട്രയാങ്കിൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് വരച്ചു, ഒരു സർക്കിൾ ഞാൻ വരച്ചു, ഏകദേശം ഒരു സർക്കിൾ പോലെ വരച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ABC എന്ന് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ആ സെൻറ്റർ ടച്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് ഈ പറഞ്ഞ എന്ത് ടച്ച് ചെയ്യുന്ന രീതിയിൽ, ടാൻജൻറ്റിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ അഥവാ ട്രയാങ്കിളിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് വരച്ചു, റേഡിയസ് വരച്ചു അല്ലേ. ഈ റിങ്ങാണ് റേഡിയസ് വരച്ചു. QRP എന്ന് ഞാൻ എന്ത് ചെയ്തു, പേര് കൊടുത്തു അല്ലേ. OQOROP എന്താണ്, OQOROP എന്താണ് റേഡിയസ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ A എന്ന് പറയുന്ന ആംഗിൾ X എന്നല്ല വിളിച്ചാൽ, ഇവിടുത്തെ X ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എത്ര, അവിടുത്തെ അവിടുത്തെ എന്താണ് സെൻട്രൽ ആംഗിൾ എത്ര വരും, 180 മൈനസ് X ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 30 ആണെങ്കിൽ അല്ല, ഇവിടെ 30 അഥവാ Xന് പറയാൻ അവിടെ എന്ത് കൊടുത്തു, 30 ഡിഗ്രി എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ X ആണെങ്കിൽ ഇവിടെ എത്ര എന്ന് കൊടുത്തു, 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര ആംഗിൾ എത്ര, ഇവിടുത്തെ ആംഗിൾ എത്ര പറഞ്ഞാൽ, ഇവിടെ X ആണെങ്കിൽ ഇവിടെ എത്രയാണ്, 180 മൈനസ് X ആണ്. അങ്ങനെ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എത്ര വരും, 180 മൈനസ് 30 എത്ര വരും, 150 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ X ആണെങ്കിൽ ഇവിടെ എത്രയാണ്, 180 മൈനസ് X ആണ് അല്ലേ. ഇപ്പോൾ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എത്ര വരും, അകത്ത ആംഗിൾ എത്ര വരും, 180 മൈനസ് 30 വരും. അപ്പോൾ എത്ര, 180 മൈനസ് 30 എന്ന് പറയുമ്പോൾ എത്ര, 150 അല്ലേ. അതിൻ്റെ അർത്ഥം ഈ ആംഗിളൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 180 കിട്ടും. ഇനി B ഇവിടുത്തെ ആംഗിൾ ഞാൻ എന്ത് ചെയ്തു, 50 ഡിഗ്രി എന്ന് എടുത്തു. ഇവിടുത്തെ ആംഗിൾ എത്ര എടുത്തു, 50 ഡിഗ്രി എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം Y അല്ലേ, ഇവിടുത്തെ എന്താണ് Yക്ക് വരെ ഞാൻ ഇവിടെ എന്തെന്നെടുത്ത്, Y ഡിഗ്രിക്ക് വരെ എന്തെന്നെടുത്ത്, 50 ഡിഗ്രി എന്നെടുത്ത്. ഇവിടെ Y ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എത്ര, 180 മൈനസ് Y ആണ് അല്ലേ. ഇവിടെ Y ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് എത്ര വരും, 180 മൈനസ് Y ആണ്. അങ്ങനെ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്ര വരും, ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്ര വരും, ഇവിടെ Y ആണെങ്കിൽ 180 മൈനസ് Y ആണെങ്കിൽ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്ര വരും, 180 മൈനസ് 50 അല്ലേ. ഇവിടെ 180 മൈനസ് 50 എന്ന് പറയുമ്പോൾ എത്ര, 180 മൈനസ് 50 എത്ര, 130 ഡിഗ്രി അല്ലേ. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്ര വരും, 130. രണ്ടും ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും അല്ലേ, 130 പ്ലസ് 50 എത്ര, 180 ഇല്ലേ. ഇനി അടുത്ത് Z ഇവിടെ ആംഗിൾ C അഥവാ ഇസെറ്റിന് വരെ ഞാൻ എന്ത് കൊടുത്തു, ഇസെറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, പകരം 80 ഡിഗ്രി എന്ന് കൊടുക്കാം. ഓക്കെ, ഇസെറ്റിന് വരെ ഞാൻ എന്ത് കൊടുത്തു, 80 ഡിഗ്രി എന്ന് കൊടുത്തു. ഇവിടെ ഇസെറ്റിൻ്റെ ഓപ്പോസിറ്റ് അതായത് സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 180 മൈനസ് ഇസെറ്റ് ആണ് അല്ലേ. ഇപ്പോൾ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എത്ര വരും, സെൻട്രൽ ആംഗിൾ എത്ര വരും, 180 മൈനസ് 80 അല്ലേ. ഇവിടെ ഇസെറ്റ് ആണെങ്കിൽ ഇവിടെ എത്രയാണ്, 180 മൈനസ് ഇസെറ്റ്. അങ്ങനെ ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ എത്ര വരും, 180 മൈനസ് 80 വരും. എത്ര വരും, 180 മൈനസ് 80 എത്ര, 100 ഡിഗ്രി. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്, ഇൻ സർക്കിൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എന്ന് പറയുന്നത് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് വരക്കാണ്ട്, കുറച്ച് അല്ലേ ഒരു ഫിഗറൊക്കെ എന്ത് ചെയ്യാണ്ട് നമുക്ക് ഇത് വെച്ച് വരക്കാറുണ്ട്. ഓക്കെ, നമുക്ക് അഞ്ചാമത്തെ റൂള് എന്ന് പറയുന്നത് എന്താ, ഒരു 4 സൈഡുള്ള ഷേപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ 4 സൈഡുള്ള ഷേപ്പിനെ വിളിക്കുന്ന പേരെന്താ, സ്ക്വയർ അല്ല എന്തായാലും. ഓക്കെ, കാരണം കറക്റ്റ് സൈസ് ഒന്നുമല്ല, സ്ക്വയർ അല്ലേ ഇതെന്താ. ഓക്കെ, ഇപ്പോൾ നമുക്കെന്ന് വിളിക്കാം അല്ലേ, 4 സൈഡുള്ള ഷേപ്പിൽ നമുക്കെന്ന് വിളിക്കാം, കോഡിലാറ്ററൽ എന്ന് വിളിക്കാം അല്ലേ. 4 സൈഡുള്ള ഷേപ്പിൽ നമ്മൾ എന്ന് വിളിക്കും, കോഡിലാറ്ററൽ എന്ന് വിളിക്കും. നമുക്ക് പേര് കൊടുക്കാം അല്ലെ. കോഡിലാറ്ററൽ എന്ത് കൊടുത്തു, പേര് ABCD എന്ന് ഞാൻ പേര് കൊടുത്തു അല്ലേ. കോഡിലാറ്ററൽ ഞാൻ ABCD എന്ന് എന്ത് ചെയ്തു, പേര് കൊടുത്തു. അകത്തുന്നുണ്ട് ഒരു സർക്കിളുണ്ട്. ഓക്കെ, ഇനി
ഇവിടെ ഈ ടാൻജൻറ്റ് ഓക്കെ എ ബി എന്ന് പറഞ്ഞ ടാൻജൻറ്റും ബി സി എന്ന് പറഞ്ഞ ടാൻജൻറ്റും സി ഡി എന്ന് പറഞ്ഞ ടാൻജൻറ്റും എ ഡി എന്ന് പറഞ്ഞ ടാൻജൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് സർക്കിളിൽ 4 സൈഡ് എന്ത് ചെയ്തിട്ടുണ്ട് ടച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ. അപ്പോൾ 4 സൈഡ് ടച്ച് ചെയ്തുകൊണ്ട് ഈ ടച്ച് ചെയ്ത സൈഡ് എനിക്കത് പേര് കൊടുക്കാം. ഒരു സൈഡ് പി, ഈ ടച്ച് ചെയ്ത ഭാഗം എന്ത് കൊടുത്തു ക്യൂ, ഈ ടച്ച് ചെയ്ത ഭാഗം ആർ, ഈ ടച്ച് ചെയ്ത ഭാഗം എന്ത് കൊടുത്തു എസ് എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ ടാൻജൻറ്റ് 4 സൈഡിൽ ഞാൻ എന്ത് വരച്ചു സർക്കിളിൻ്റെ ചുറ്റിനും 4 സൈഡിൽ ഞാൻ എന്ത് വരച്ചു ടാൻജൻറ്റ് വരച്ചു. എ ബി എന്ന് പറഞ്ഞ ടാൻജൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട് സർക്കിളിലെ പി എന്ന് പറയുന്ന പോയിന്റിലൂടെ ടച്ച് ചെയ്തുകൊണ്ട് ബി സി എന്ന് പറഞ്ഞ ടാൻജൻറ്റ് എന്ത് ചെയ്യുന്നു സർക്കിളിലെ ക്യൂ എന്ന് പറയുന്ന പോയിന്റിലൂടെ ടച്ച് ചെയ്ത് പോകുന്നു. ഡി സി എന്ന് പറഞ്ഞ ടാൻജൻറ്റ് സർക്കിളിലെ ആർ എന്ന് പറയുന്ന പോയിന്റിലൂടെ ടച്ച് ചെയ്ത് പോകുന്നു. എ ഡി എന്ന് പറഞ്ഞ ടാൻജൻറ്റ് എന്ത് ചെയ്യുന്നു സർക്കിളിലെ എസ് എന്ന് പറയുന്ന പോയിന്റിലൂടെ എന്ത് ചെയ്യുന്നു ടച്ച് ചെയ്ത് പോകുന്നു ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്തു സർക്കിളിലെ സെൻറ്റർ മാർക്ക് ചെയ്തു. ഈ സർക്കിളിലെ സെൻറ്ററിൽ നിന്നും എന്ത് ചെയ്തു ഈ പറഞ്ഞ സർക്കിൾ ടച്ച് ചെയ്യണ ടാൻജൻറ്റ് ഇല്ലേ അപ്പോൾ പി ക്യു ആർ എസ് അങ്ങനെ ഞാൻ എന്ത് വരച്ചു റേഡിയസ് വരച്ചു സർക്കിളിൽ സെൻറ്റർ മാർക്ക് ചെയ്തു. സെൻറ്റർ ഞാൻ ഒ എന്ന് വിളിച്ചു. അണ്ട് എന്ത് മാർക്ക് ചെയ്തു ഞാൻ 4 സൈഡിലേക്ക് ഞാൻ എന്ത് വരച്ചു റേഡിയസ് വരച്ചു ഓക്കെ. നമുക്ക് പറയാം എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും അല്ലേ വരച്ച 2 ടാൻജൻ്റ് ആണ് എന്ത് എ എസും എ പിയും അല്ലേ. നമ്മൾ നേരത്തെ റൂൾ അനുസരിച്ച് ഞാൻ പറഞ്ഞായിരുന്നു ഒരു പോയിന്റിൽ നിന്നും 2 ടാൻജൻറ്റ് സർക്കിളിലേക്ക് വരച്ചാൽ ആ 2 ടാൻജൻറ്റിൻ്റെ ലെങ്ത് എന്താണ് ഈക്വലാണ് അല്ലേ. അതിനർത്ഥം എ പി ഈക്വൽ ആയിരിക്കും എ എസ് എന്നാണ് അവിടെ ഈക്വലാണ് അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയാം എ പിയും എ എസ് എന്നാണ് ഈക്വലാണ്. അതേപോലെ തന്നെ ബി എന്ന പോയിന്റിൽ നിന്നും പിയിലേക്കും ക്യൂയിലേക്കും ടാൻജൻറ്റ് വരച്ചിട്ടുണ്ടല്ലോ ഒറ്റ സർക്കിളിലേക്കല്ലേ ടാൻജൻറ്റ് വരച്ചേക്കണം. ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും പിയിലേക്ക് ബി പിയും എന്താണ് ബി ക്യൂ എന്നാണ് ഒറ്റ പോയിന്റിൽ നിന്നുള്ള ടാൻജൻ്റാണ് അല്ലെ. ബി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ടാൻജൻ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം ഈ 2 ടാൻജൻറ്റും എന്താണ് ഈക്വലാണ്. അപ്പോൾ ഈ 2 ടാൻജൻറ്റ് ഈക്വലാണ്. ഈ 2 സൈഡും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ഇനി സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും വരച്ചേക്കണ ടാൻജൻ്റാണ് എന്ത് സി ആറും പിന്നെന്താണ് സി ക്യൂ. അങ്ങനെയാണ് ഈ പറഞ്ഞ ഈ ടാൻജൻറ്റും എന്താണ് ഈക്വലാണ് ഓക്കെ. ഈക്വൽ ആയിട്ടുള്ള ലൈൻ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് വരച്ചേക്കണ 2 ടാൻജൻ്റ് ആണ് എന്ത് ഡി എസ് പിന്നെന്താണ് ഡി ആർ ഓക്കെ. അപ്പോൾ നമുക്ക് പറയാം ഈ 2 ടാൻജൻറ്റും എന്താണ് ഈക്വലാന്ന് പറയാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ അല്ലേ ആംഗിളിൻ്റെ കാര്യം വന്നാൽ ഇവിടുത്തെ ആംഗിൾ ഞാൻ എന്ത് ചെയ്തു സ്മോൾ എ ഡിഗ്രി എന്ന് കൊടുത്തു അല്ലേ. സ്മോൾ എ എന്ന് വിളിച്ചാൽ അകത്തെ ആംഗിൾ എത്രയായിരിക്കും 180 മൈനസ് എ എന്ന് വിളിക്കാം അല്ലേ. ഇവിടുത്തെ ആംഗിൾ എ ആണെങ്കിൽ അകത്തെ ആംഗിൾ എത്രയായിരിക്കും 180 മൈനസ് എ ആയിരിക്കും. ഇനി ഇവിടുത്തെ ആംഗിൾ സ്മോൾ ബി ഡിഗ്രി ആണെങ്കിൽ അകത്തെ ആംഗിൾ എത്രയായിരിക്കും 180 മൈനസ് ബി ആയിരിക്കും അഥവാ 180 മൈനസ് ബി ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടുത്തെ ആംഗിൾ സി ആണ് സ്മോൾ സി എന്ന് വിളിച്ചാൽ സ്മോൾ സി ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും 180 മൈനസ് എന്താണ് സി ഡിഗ്രി ആയിരിക്കും ഓക്കെ. അതേപോലെ തന്നെ ഇവിടുത്തെ ആംഗിൾ ഡി എന്ന് വിളിച്ചാൽ അകത്ത എത്രയായിരിക്കും 180 മൈനസ് എന്താണ് ഡി ഡിഗ്രി ഓക്കെ. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സർക്കിൾ വരച്ചു റഫായിട്ട് ഒരു സർക്കിൾ വരച്ചു എന്ത് ചെയ്തു 4 സൈഡിലും ഓക്കെ. സർക്കിളിൻ്റെ 4 സൈഡ് എന്ത് വരച്ചു ടാൻജൻറ്റ് വരച്ചു. റഫായിട്ട് ഒരു സർക്കിൾ വരക്കാം. സർക്കിളിൽ എന്ത് വരക്കാം 4 സൈഡിൽ എന്ത് വരക്കാം ടാൻജൻറ്റ് വരക്കാം. ഓക്കെ 4 സൈഡിൽ എന്ത് വരക്കാം ടാൻജൻറ്റ് വരക്കാം. സെൻറ്റർ മാർക്ക് ചെയ്യാം. പേര് കൊടുക്കാം എ ബി സി ഡി എന്ന് എന്ത് ചെയ്തു പേര് കൊടുത്തു. ഇനി അതേപോലെ തന്നെ ഇവിടെ അല്ലേ ഇവിടെ റേഡിയസും ടാൻജൻ്റ് അല്ലേ ഇത് അല്ലേ. ഡി സി എന്ന് പറഞ്ഞാൽ ടാൻജൻ്റ് അല്ലേ. ഈ പറഞ്ഞ ഒ ആർ എന്ന് പറഞ്ഞാൽ എന്താ റേഡിയസ് ആണ്. അപ്പോൾ ഇവിടെ മേയ്ക്കണ ആംഗിൾ എത്ര ആയിരിക്കും 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ മേയ്ക്കണ ആംഗിൾ എത്ര 90 ഡിഗ്രി അല്ലേ. റേഡിയസും ഒ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസും ഓക്കെ. ഈ റേഡിയസും ഈ ടാൻജൻറ്റ് മേയ്ക്കണ ആംഗിൾ എത്രയാണ് 90 ഡിഗ്രിയാണ്. ഇനി അതേപോലെ തന്നെ എ ബി എന്ന് പറഞ്ഞ ടാൻജൻറ്റും ഒ പി എന്ന് പറഞ്ഞ റേഡിയസ് മേയ്ക്കണ ആംഗിൾ എത്രയാണ് 90 ഡിഗ്രിയാണ്. ഇനി എ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ടാൻജൻറ്റും ഒ എസ് എന്ന് പറഞ്ഞാൽ റേഡിയസും എത്ര ആംഗിൾ മേയ്ക്കണ ആംഗിൾ 90 ഡിഗ്രി. ഇവിടെ എന്തായിരിക്കും അപ്പോൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. എന്ത് വരച്ചു ഞാൻ സർക്കിൾ വരച്ചു. സർക്കിളിലെ എന്ത് സെൻറ്ററിൽ ഞാൻ എന്ത് വരച്ചു ടച്ച് ചെയ്യണ രീതിയിൽ എന്ത് വരച്ചു ടാൻജൻറ്റ് ടച്ച് ചെയ്യണ രീതിയിൽ ഞാൻ എന്ത് വരച്ചു റേഡിയസ് വരച്ചു. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവിടെ പി ക്യു ആർ എസ് എന്ന് ഞാൻ എന്ത് ചെയ്തു പേര് കൊടുത്തു അല്ലേ. നമുക്കറിയാം എന്തറിയാം ഇവിടെ എ പിയും ഇവിടെ എസും എന്ന് പറഞ്ഞാൽ ഈക്വലാണ് അല്ലേ. ഒരു പോയിന്റിൽ നിന്ന് തന്നെ 2 ടാൻജൻറ്റ് എന്താണ് ഈക്വലാണ് അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം എന്ത് കൊടുക്കാം അല്ലേ. ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് പറയാം ഇപ്പുറത്തും എന്തായിരിക്കും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. എ പിൻ്റെ ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എ എസിൻ്റെ ലെങ്ത്തും തന്നെ ആയിരിക്കും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ബി പിൻ്റെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ബി ക്യൂവിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും
ഇനി സി ക്യൂവിൻ്റെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ സി ആറിൻ്റെ ലെങ്ത്ത് എന്ത് തന്നെയായിരിക്കും 5 സെൻറ്റിമീറ്റർ. ഒരു പോയിന്റിൽ നിന്ന് തന്നെ 2 ടാൻജൻറ്റിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഡി ആറിൻ്റെ ലെങ്ത്ത് 6 ആണെങ്കിൽ നമുക്ക് ഡി എസിൻ്റെ ലെങ്ത്തും തന്നെ പറയാം 6 സെൻറ്റിമീറ്റർ എന്ന് തന്നെ പറയാം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കിയാൽ ഇവിടുത്തെ ആംഗിളും അല്ലേ. ഇവിടുത്തെ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ അകത്തെ ആംഗിൾ എത്രയായിരിക്കും 180 മൈനസ് 30 ഡിഗ്രി അല്ലേ. ഇവിടുത്തെ ആംഗിൾ 30 ആണെങ്കിൽ അകത്തെ ആംഗിൾ എത്രയായിരിക്കും 180 മൈനസ് 30 ആണ്. 180 മൈനസ് 30 എന്ന് പറയുമ്പോൾ എത്ര വരും 150 ഡിഗ്രി ആണെന്ന് പറയുന്നത് അകത്തത്തെ ആംഗിൾ. ഇനി ഇവിടുത്തെ ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ അകത്തെ ആംഗിൾ എത്രയായിരിക്കും 180 മൈനസ് 40 എത്ര വരും അല്ലേ. 180 മൈനസ് 40 എത്ര വരും 140 ഡിഗ്രി. ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഈ അകത്തെ ഇന്നർ ആംഗിൾ എത്ര വരും 180 മൈനസ് 50 എത്ര 130 ഡിഗ്രി അല്ലേ. ഇവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം 180 വരണം അല്ലേ. ഇവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം 180 വരണം. ഇനി ഇവിടുത്തെ ആംഗിൾ ഞാൻ 80 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എത്ര ആയിരിക്കും 180 മൈനസ് എത്ര 80 എത്ര ഡിഗ്രി വരും 100 ഡിഗ്രി. ഓക്കെ, ഇതാണെന്ന് പറയുന്നത് 5ാമത്തെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഷേപ്പിൽ ഞാൻ വിളിച്ചു കോർഡിലാറ്ററൽ എന്ന് വിളിച്ചു. അകത്ത് എന്ത് വന്നിട്ടുണ്ട് സർക്കിൾ വന്നിട്ടുണ്ട്. ഓക്കെ, സർക്കിളിന് ചുറ്റിനും എന്ത് വന്നിട്ടുണ്ട് 4 ടാൻജൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് 5ാമത്തെ. ഓക്കെ, അപ്പോൾ 6ാമത്തെ റൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. സർക്കിളിൻ്റെ സെൻറ്റർ ഞാൻ എന്ത് ചെയ്തു O എന്ന് മാർക്ക് ചെയ്തു. എ ബി എന്ന് പറഞ്ഞാൽ എന്താ ഒരു കോഡാണ്. ഓക്കെ, എ ബി എന്ന് പറഞ്ഞാൽ കോഡാണ്. ആ കോഡ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എവിടം വരെ കൊണ്ടുപോയിട്ടുണ്ട് പി എന്ന് പറഞ്ഞ പോയിന്റ് വരെ കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ. എ ബി എന്ന് പറഞ്ഞ കോഡ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് എവിടം വരെ കൊണ്ടുപോയി പി എന്ന് പറഞ്ഞ പോയിന്റ് വരെ കൊണ്ടുപോയി. ഇനി പിയിൽ നിന്നും ഞാൻ എന്ത് വരച്ചിട്ടുണ്ട് സർക്കിളിലേക്ക് ഒരു കോഡ് വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ പിയിൽ നിന്നും ഞാൻ സർക്കിളിലേക്ക് ഒരു കോഡ് വരച്ചിട്ടുണ്ട്. അത് ഞാൻ എന്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിയിൽ നിന്നും സർക്കിളിലേക്ക് കോഡ് വരച്ചു. അതിനെ ഞാൻ എന്ത് മാർക്ക് ചെയ്തു സി എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്താ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു എന്താ പി സി സ്ക്വയർ. ഓക്കെ, ഇവിടെ നമുക്കൊരു ഇക്വേഷൻ പറയാം എന്താ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. ഓക്കെ, ഇവിടെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറയും. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ എ ബി നമുക്ക് എത്ര തന്നിട്ടുണ്ട് എ ബി 5 സെൻറ്റിമീറ്റർ ആണ്. പി എ എത്ര തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ തന്നേക്കണമെങ്കിൽ പി സി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അല്ലേ. പി എ എത്രയാണ് 2 സെൻറ്റിമീറ്റർ ഇൻറ്റു പി ബി എത്രയാണ് പി മുതൽ ബി വരെയുള്ള ലെങ്ത് എത്ര വരും 5 + 2 എത്ര വരും 5 + 2 7 അല്ലേ ഈക്വൽ ടു അല്ലേ ഈക്വൽ ടു പി സി സ്ക്വയർ. പി സി സ്ക്വയർ ഈക്വൽ ടു 2 × 7 എത്ര 14. പി സി ഈക്വൽ ടു എന്ത് വരും പി സി ഈക്വൽ ടു √14 അല്ലേ. പി സി ഈക്വൽ ടു എത്ര വരും √14. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും √14ൻ്റെ വാല്യൂ ഉണ്ടോ ഇല്ല. അപ്പോൾ പി സി എത്ര കിട്ടും √40 എന്ന് പറയും. ഇതേ സെയിം ഇക്വേഷൻ നമ്മൾ അതിന് മുമ്പത്തെ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഏത് ചാപ്റ്ററിലാണ് സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ. സർക്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എങ്ങനെയാണ് ഒരു സർക്കിൾ വന്നിട്ടുണ്ടായി. സർക്കിളിൻ്റെ സെൻറ്റർ വന്നിട്ടുണ്ടായി. എന്ത് ചെയ്തു എ ബി എന്ന് മാർക്ക് ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു ഇവിടെ പി ഇവിടെ സി അല്ലേ. സർക്കിളിൽ പഠിച്ച ആ ഇക്വേഷനായിരുന്നു അല്ലേ. ഇവിടെ ടാൻജൻറ്റിലേക്ക് വരുമ്പോൾ എന്താവും ഫിഗർ ഒന്ന് മാറും. ഈ സർക്കിളിൽ ഇങ്ങനെ ഒരു ഫിഗർ ആയിരുന്നു ഇക്വേഷൻ തന്നെയായിരുന്നു പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ അല്ലേ. സർക്കിളിലേക്ക് വരുമ്പോൾ ഈ ഇക്വേഷനും ഈ ഒരു ഫിഗറും ടാൻജൻറ്റിലേക്ക് വരുമ്പോൾ എന്താണ് ഈ ഒരു ഫിഗറാണ് അല്ലേ. അപ്പോൾ പി എയും പി ബി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം പി സി കണ്ടുപിടിക്കാം അല്ലേ. പി സി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ടാൻജൻറ്റിൻ്റെ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനാണെന്ത് ഇതാണെന്ന് പറഞ്ഞാൽ നമുക്ക് 6ാമത്തെ റൂളായിട്ട് പഠിക്കാനുള്ളൂ. ഓക്കെ, റൂളിലേക്ക് പോവാം. ഓക്കെ, 7ാമത്തെ റൂൾ എന്താണ് എന്ത് ഷേപ്പാണ് അത് നമ്മൊരു പേര് പറയും. ട്രയാങ്കിളകത്ത് സർക്കിൾ തന്നെ ഇൻ സർക്കിൾ അല്ലേ. ഒരു എന്താ തന്നിട്ടുണ്ട് ഒരു ഇൻ സർക്കിൾ തന്നിട്ടുണ്ട്. ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകണം എന്താ ഏരിയ. സാധാരണ നമ്മൾ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കണം എന്താ ഇക്വേഷൻ എന്താ ഏരിയ ഓഫ് ട്രയാങ്കിൾ. സാധാരണ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ ട്രയാങ്കിളാ ഹാഫ് ബി എച്ച് അല്ലേ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണെന്ന് പറയുന്നത് സാധാരണ എന്താണ് ഒരു നോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താണെന്നുണ്ട് സൈഡാന്നൊക്കെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പം എ ബി എന്ന് പറഞ്ഞ സൈഡ് എന്താണ് എ ആണെന്ന് വിചാരിക്കുക സ്മോൾ എ ആണെന്ന് വിചാരിക്കുക. ബി സിൻ്റെ സൈഡ് എത്ര സ്മോൾ ബി ആണെന്ന് വിചാരിക്കുക. ബി സിൻ്റെ സൈഡ് എത്ര സ്മോൾ ബി ആണെന്ന് വിചാരിക്കുക. എ സിൻ്റെ സൈഡ് എത്ര
സ്മോൾ സി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എന്താണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ ഏരിയ ഇവിടെ ഹൈറ്റ് തന്നിട്ടുണ്ടോ? ഹൈറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല, ഹൈറ്റ് തരാത്തതുകൊണ്ട് എന്ത് തന്നിട്ടുണ്ട്? പകരം സൈഡ് തന്നിട്ടുണ്ട്. സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത് പറയുന്നത്? ഏരിയ ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഓക്കെ, സ്മോൾ എ എന്താണെന്നറിയാലോ, ഒരു സൈഡ്, സ്മോൾ ബി എന്താ രണ്ടാമത്തെ സൈഡ്, സ്മോൾ സി എന്താ മൂന്നാമത്തെ സൈഡ്. ഓക്കെ, ഇനി എസ് എന്താണെന്ന് വിചാരിച്ച് പറഞ്ഞാൽ സെമി പെരിമീറ്റർ. എസ് എന്താണ്? സെമി പെരിമീറ്റർ. ഓക്കെ, സെമി പെരിമീറ്ററിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? എസ് എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? പെരിമീറ്റർ അല്ലേ, പെരിമീറ്റർ ഡിവൈഡ് ബൈ എന്താ 2 അല്ലേ, പെരിമീറ്റർ ഡിവൈഡ് ബൈ 2 ആണെന്ന് പറയുന്നത് സെമി പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മൂന്ന് സൈഡ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക അല്ലേ. ഒന്നാമത്തെ സൈഡ് സ്മോൾ എ ആണ്, രണ്ടാമത്തെ സൈഡ് എന്താ സ്മോൾ ബി ആണ്, മൂന്നാമത്തെ സൈഡ് എന്താ സ്മോൾ സി ആണ്. ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക? 2 ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്മോൾ എ പ്ലസ് സ്മോൾ ബി സ്മോൾ അല്ലേ പ്ലസ് സ്മോൾ സി ഈക്വൽ ടു ഡിവൈഡ് ബൈ 2 ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? സെമി പെരിമീറ്റർ കിട്ടും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. ഓക്കെ, ഇനി ഒരു പക്ഷേ ഒരു പ്രോബ്ലം ചെയ്യാം. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? എക്ക് വരെ ഞാൻ എന്തെന്ന് കൊടുത്തു? എക്ക് വരെ എന്തെന്ന് കൊടുത്തു? 3 എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ ഇക്വേഷൻ. ഓക്കെ, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് സെമി പെരിമീറ്റർ ഇൻറ്റു സെമി പെരിമീറ്റർ മൈനസ് എന്നാണ് ഒരു സൈഡ്, ഇൻറ്റു സെമി പെരിമീറ്റർ മൈനസ് എന്താണ് രണ്ടാമത്തെ സൈഡ്, ഇൻറ്റു സെമി പെരിമീറ്റർ മൈനസ് എന്താണ് മൂന്നാമത്തെ സൈഡ്. സെമി പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? സെമി പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ട? പെരിമീറ്റർ ഡിവൈഡ് ബൈ 2 ആണ്. ഓക്കെ, പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? എ പ്ലസ് ബി പ്ലസ് സി അല്ലേ, മൂന്ന് സൈഡും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ അല്ലേ. മൂന്ന് സൈഡും കൂടെ ആഡ് ചെയ്യുക, എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ 2 ചെയ്താൽ എന്ത് കിട്ടും? സെമി പെരിമീറ്റർ കിട്ടും. ഇനി പ്രോബ്ലം ചെയ്യാമല്ലോ. ഇവിടെ ഞാൻ എന്ത് 3 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു, ഈ ലെങ്ത് ഞാൻ 4 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു, ഈ ലെങ്ത് ഞാൻ എന്ത് കൊടുത്തു? 5 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു. ഓക്കെ, ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും അല്ലേ? ഏരിയ കണ്ടുപിടിക്കണം മുമ്പ് ആദ്യം നമ്മൾ എന്താണ് പിടിക്കണം? സെമി പെരിമീറ്റർ കണ്ടുപിടിക്കണം അല്ലേ. ഏരിയ കണ്ടുപിടിക്കണം മുമ്പ് നമ്മൾ ആദ്യം എന്താണ് പിടിക്കുക? സെമി പെരിമീറ്റർ കണ്ടുപിടിക്കുക. അതുകൊണ്ട് ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ. ഓക്കെ, സെമി പെരിമീറ്റർ സെമി എസ് ഈക്വൽ ടു എന്താ? സെമി പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ പെരിമീറ്റർ ഡിവൈഡ് ബൈ 2 അല്ലേ. സെമി പെരിമീറ്റർ എസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണെന്ന് പറയുന്നത് പെരിമീറ്റർ ഡിവൈഡ് ബൈ 2 എന്ന് പറയും. ഓക്കെ, പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? മൂന്ന് സൈഡ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക അല്ലേ. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മൂന്ന് സൈഡ് ആഡ് ചെയ്യുക. 3 + 4 + 5 ഡിവൈഡ് ബൈ എന്താ 2 അല്ലേ. 3 + 4 + 5 എത്ര വരും? 3 + 4 എത്ര? 7. 7 + 5 എത്ര? 7 + 5 എത്ര? 12 ഡിവൈഡ് ബൈ 2 അല്ലേ. ഡിവൈഡ് ബൈ 2 12 പകുതി എത്ര? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ സെമി പെരിമീറ്റർ എത്ര കിട്ടി? അഥവാ എസ് എത്ര കിട്ടി? എസ് 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി അല്ലേ. എസ് എത്ര കിട്ടി നമുക്ക്? 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ഏരിയ കണ്ടുപിടിക്കാമല്ലോ അല്ലേ. ഏരിയ കണ്ടുപിടിക്കാൻ എന്ത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി അല്ലേ. എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി അല്ലേ. ഇനി റൂട്ട് ഓഫ് എസ് ഇൻറ്റു അല്ലേ. ഇവിടെ എസ്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എസ് എത്രയാണ് ഇവിടെ? 6 അല്ലേ. 6 ഇൻറ്റു 6 മൈനസ് എ എത്രയാണ്? എ 3 ആണ്. എസ് മൈനസ് ബി എത്ര? 4 ആണ്. എസ് മൈനസ് സി എത്ര? 5 ആണ് അല്ലേ. ഇവിടെ എസ് എത്രയാണ്? 6 ആണ്. എസ് ഒക്കെ 6 ആണ്. അപ്പോൾ എസ്സിന് പകരം ഞാൻ എന്തിട്ടു? 6 എന്ന് കൊടുത്തു അല്ലേ. എല്ലാ സ്ഥലത്തും എസ്സിന് പകരം അഥവാ എന്താണ് സെമി പെരിമീറ്ററിന് ഞാൻ പകരം എന്ത് കൊടുത്തു? 6 എന്ന് കൊടുത്തു. എ എന്താ? 3. ഒരു സൈഡായിട്ടുള്ള എ എന്താ? 3യും മറ്റേ സൈഡ് എന്താ? 4. മൂന്നാമത്തെ സി എന്താണ്? മൂന്നാമത്തെ സൈഡായിട്ടുള്ള എന്ത്? 5ഉം കൊടുത്തു. ഓക്കെ, ഇനി എന്ത് എന്താണ് പിടിക്കണം? ഏരിയ അല്ലാണ്ട് പിടിക്കണം. ഏരിയ ഈക്വൽ ടു എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് 6 ഇൻറ്റു 6 മൈനസ് 3 എത്ര? 6 ഇൻറ്റു 6 മൈനസ് 3. 6 മൈനസ് 3 എത്ര? 3 അല്ലേ. 6 ഇൻറ്റു 3 ഇൻറ്റു 6 മൈനസ് 4 എത്ര? 6 മൈനസ് 4 എത്ര? 6 മൈനസ് 4 2 ഇൻറ്റു 6 മൈനസ് 5 എത്ര? 1 അല്ലേ. തമ്മിൽ എന്ത് ചെയ്യുക? എല്ലാം കൂടി എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുക. അതെ, എത്ര വരും? 2 ഇൻറ്റു 1 എത്ര? 2 ഇൻറ്റു 1
2 1 2 അല്ലേ. ഇനി 3 ഇൻറ്റു 2 6 ഇൻറ്റു 3 ഇൻറ്റു 2 3 ഇൻറ്റു 2 3 ഇൻറ്റു 2 6. ഓക്കെ, അപ്പോൾ എന്ത് തെറ്റി? റൂട്ട് 6 ഇൻറ്റു 6 6 ഇൻറ്റു 6 എത്ര? 36. അപ്പോൾ റൂട്ട് 36 എത്രയാണ്? ഏതിൻ്റെ ആ റൂട്ടാണ് 36? ഏതിൻ്റെ സ്ക്വയറാണ്? 6ൻ്റെ സ്ക്വയറാണ് 36. അപ്പോൾ റൂട്ട് 36 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 6 ആണ് അല്ലേ. 6ൻ്റെ സ്ക്വയർ 6 ഇൻറ്റു 6 ആണെന്ന് പറയുന്നത് 36 എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ട് 36 എത്രയാണ്? 6 ആണ്. ഏരിയ അവിടെ നമുക്ക് എന്ത് യൂണിറ്റ് കൊടുക്കാം? സെൻറ്റിമീറ്റർ എന്തെന്ന് കൊടുക്കാം? സ്ക്വയർ എന്ന് കൊടുക്കാം അല്ലേ. റൂട്ട് 36 നമുക്ക് എന്ത് കൊടുക്കാം? 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാം? ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. ആ കാര്യം തന്നെ, ഓക്കെ, ആ റൂള് തന്നെ. ഇതിൽ നമ്മൾ എന്ത് പഠിച്ചു? സെമി പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള പഠിച്ചു. എന്ത് പഠിച്ചു? പിന്നെ ഏരിയ കണ്ടുപിടിക്കുക അല്ലേ. സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള പഠിച്ചു. ഓക്കെ, ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം സെമി പെരിമീറ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് റേഡിയസ് കണ്ടുപിടിക്കാനാണ്. ഈ പറഞ്ഞ ഇതിൻ്റെ അകത്തുള്ള സർക്കിളിൽ എന്ത് കണ്ടുപിടിക്കണം? റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഏരിയ ഡിവൈഡഡ് ബൈ എന്താ? ഏരിയ ഡിവൈഡ് ബൈ സെമി പെരിമീറ്റർ. ഓക്കെ, ഏരിയ ഡിവൈഡ് ബൈ സെമി പെരിമീറ്റർ. ഓക്കെ, അതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഏരിയ ഡിവൈഡ് ബൈ സെമി പെരിമീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ അകത്തുള്ള സർക്കിളിൽ നമുക്ക് എന്ത് കിട്ടും? റേഡിയസ് കിട്ടും അല്ലേ. ഇതിൻ്റെ അകത്തുള്ള സർക്കിളിൻ്റെ എന്ത് കിട്ടും? റേഡിയസ്. ഓക്കെ, അപ്പോൾ റേഡിയസ് ഞാൻ എന്തെന്ന് കൊടുത്തു? 6 എന്ന് കൊടുത്തു. ഏരിയക്ക് എ എന്ന് കൊടുത്തു. ഡിവൈഡ് ബൈ സെമി പെരിമീറ്റർ ഞാൻ എന്ത് കൊടുത്തു? എസ് എന്ന് കൊടുത്തു. ഓക്കെ, R = A/S. ഓക്കെ, R = എന്തെന്ന് കൊടുത്തു? A/S. ഇനി 6 നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഈ ട്രയാങ്കിളിലെ എന്ത് കണ്ടുപിടിച്ചായിരുന്നു? ഏരിയ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. ഏരിയ എത്ര കിട്ടിയ? 6 അല്ലേ കിട്ടിയ? സോറി, ഏരിയ 6 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഏരിയ ഡിവൈഡ് ബൈ എന്താണ്? സെമി പെരിമീറ്റർ. ഏരിയ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. എത്ര കിട്ടിയ? 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് ചെയ്താൽ? ഏരിയ ഇട്ട് ഡിവൈഡ് ബൈ സെമി പെരിമീറ്റർ നേരത്തെ എത്ര കണ്ടുപിടിച്ച? സെമി പെരിമീറ്റർ നേരത്തെ കണ്ടുപിടിച്ച എത്രയാണ്? സെമി പെരിമീറ്റർ 6 ആണ് കണ്ടുപിടിച്ചത് അല്ലേ. സെമി പെരിമീറ്റർ എത്ര കിട്ടിയ? 6 ആണ് കിട്ടിയത്. അങ്ങനെ R = റേഡിയസ് = എത്ര? 6/6 എത്ര? 6/6 എത്ര വരും? 1 സെൻറ്റിമീറ്റർ അല്ലേ. അങ്ങനെയാണ് ഈ പറഞ്ഞ ട്രയാങ്കിളിനകത്തുള്ള സർക്കിളിലെ റേഡിയസ് എത്ര വരും അല്ലേ? എത്ര സെൻറ്റിമീറ്റർ ആണ്? 1 സെൻറ്റിമീറ്റർ അല്ലേ. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കണം. സർക്കിളിൻ്റെ ട്രയാങ്കിളിനകത്തുള്ള അല്ലേ. അഥവാ ഈ പറഞ്ഞ ഇന്നർ സർക്കിളിലെ റേഡിയസ് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇന്നർ സർക്കിളിലെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണെന്ന് പറയുന്നത് ഏരിയ ഡിവൈഡ് ബൈ സെമി പെരിമീറ്റർ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഏരിയ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായി. സെമി പെരിമീറ്റർ എന്ത് ഉണ്ടായി? നേരത്തെ അല്ല കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ എന്താ? R = റേഡിയസ് = എന്താണ് അല്ലേ? R = അഥവാ റേഡിയസ് = ഓക്കെ, R = റേഡിയസ് = A/S. ഓക്കെ, ഏരിയ ഡിവൈഡ് ബൈ സെമി പെരിമീറ്റർ. ഏരിയ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായി 6 ആണ്. സെമി പെരിമീറ്റർ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായി എത്രയാണ്? 6 ആണ്. 6ൻ്റെ ടേബിൾ 6 എത്ര ടൈംസ്? 1 ടൈംസ്. ഓക്കെ, R = എത്ര സെൻറ്റിമീറ്റർ? അപ്പോൾ റേഡിയസ് എത്ര സെൻറ്റിമീറ്റർ അവിടെ? 1 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇത്രയാണെന്ന് പറയുന്നത് നമ്മളെ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള റൂൾസ്. ഓക്കെ, ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചാപ്റ്റർ കുറച്ചുകൂടി എന്താവും? ഈസിയാവും അല്ലേ. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താവും? കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാം? ഈസിയായിട്ട് ചെയ്യാം. ഓക്കെ.